വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബെൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്കു തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ബെൽസെബൂൽ ബാധിച്ചതായും ഭൂതങ്ങളെ പുറത്താക്കാൻ പൈശാചിക ശക്തി ഉപയോഗിച്ചുവെന്നും യേശുവിനെ കുറ്റപ്പെടുത്തുന്നതോടെയാണ് സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയിലുടനീളം നേരിട്ട എതിർപ്പിൻ്റെയും തെറ്റിദ്ധാരണയുടെയും പ്രമേയത്തെ ഇത് എടുത്തു കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സമാനമായ എതിർപ്പുകൾ എങ്ങനെ അനുഭവിക്കാമെന്നും കൃപയോടെയും വ്യക്തതയോടെയും എങ്ങനെ പ്രതികരിക്കാമെന്നും ചിന്തിക്കുക. യേശു വിഭജിക്കപ്പെട്ട രാജ്യങ്ങളെയും ശക്തരായ മനുഷ്യരെയും കുറിച്ചുള്ള ഉപമകൾ പറഞ്ഞുകൊണ്ട് ആരോപണത്തിൻ്റെ അസംബന്ധം വ്യക്തമാക്കുന്നു. തിന്മയെ തന്നെ എതിർക്കുന്നതിലെ അന്തർലീനമായ വൈരുദ്ധ്യത്തെക്കുറിച്ചും തിന്മയുടെ മേൽ നന്മയുടെ ആത്യന്തിക വിജയത്തെക്കുറിച്ചും ഈ ഉപമകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഴമേറിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനും ഉപമകൾ എങ്ങനെ ഫലപ്രദമായ ഉപാധികളാകുമെന്ന് നോക്കുക. വിഭജിച്ച രാജ്യത്തിൻ്റെ ഉപമശക്തിക്കും സ്ഥിരതയ്ക്കും ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒരു രാജ്യത്തിനോ ഭവനത്തിനോ അല്ലെങ്കിൽ തന്നിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നിലനിൽക്കാനാവില്ല. തൻ്റെ ശുശ്രൂഷയിൽ യേശു നേരിട്ട ആന്തരിക സംഘർഷങ്ങൾക്കും എതിർപ്പിനും ഇത് സമാന്തരമാണ്. അക്കാലത്തെ യഹൂദയിലെ രാഷ്ട്രീയ അശാന്തിക്കും ഭിന്നിപ്പിനും ഇതിന് പ്രതിഫലിക്കാം. മാത്രമല്ല, വ്യക്തികൾക്കും സമൂഹത്തിനും ഉള്ളിലെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തെ ഇത് പ്രതിനിധീകരിക്കും. വ്യക്തിപരമായ തലത്തിൽ ആന്തരിക സമാധാനത്തിൻ്റെയും മൂല്യങ്ങളുടെയും പൊരുത്തപ്പെടുത്തലിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അകത്തും പുറത്തുമുള്ള ഐക്യം വിജയത്തിനും ക്ഷേമത്തിനും നിർണായകമാണെന്ന് യേശു നമ്മോട് പറയുന്നു. ആന്തരിക സംഘടനകൾ നമ്മെ ദുർബലപ്പെടുത്തുന്നു, അതേസമയം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വങ്ങളോടും ലക്ഷ്യങ്ങളോടും അടുക്കുന്നത് നമ്മെ ശക്തിപ്പെടുത്തുന്നു. മറുവശത്ത് ശക്തനായ മനുഷ്യൻ്റെ ഉപമശക്തിയും തന്ത്രവും ആവശ്യമുള്ള പ്രതിബന്ധങ്ങളെ മറികടക്കുന്ന പ്രമേയത്തെ പറയുന്നു. ശക്തനായ ഒരു മനുഷ്യൻ തൻ്റെ വസ്തുവകകൾ കാത്തുസൂക്ഷിച്ചാലും കൂടുതൽ ശക്തനായ ഒരു ശക്തിക്ക് അവനെ കീഴടക്കാൻ കഴിയും. തിന്മയെ നന്മയാൽ ജയിക്കുന്നതിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഈ ഉപമ സാത്താൻ്റെ മേലുള്ള യേശുവിൻ്റെ വിജയമായും മനുഷ്യരാശിയുടെ പാപത്തിൽ നിന്നുമുള്ള മോചനമായും വ്യാഖ്യാനിക്കാം. നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ആന്തരികമോ ബാഹ്യമോ ആയ ഏതൊരു ശക്തമായ ശക്തിയെയും അതിജീവിക്കുന്നതിന് പ്രതീകപ്പെടുത്താനും ഇതിന് കഴിയും. കൂടാതെ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും വിഭവങ്ങളും വികസപ്പെടുത്താൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. തന്ത്രപരമായ പ്രവർത്തനത്തിലൂടെയും കളിയിലെ ഉയർന്ന ശക്തിയിലൂടെയും മറികടക്കാൻ
കഴിയാത്ത പ്രതിബന്ധങ്ങളെ പോലും മറികടക്കാൻ കഴിയും. നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും വിഭവങ്ങളും വികസിപ്പിക്കാൻ എപ്പോഴും പരിശ്രമിക്കണം. രണ്ട് ഉപമകളും ഐക്യത്തിൻ്റെയും എതിർപ്പിനെയും അതിജീവിക്കുന്നതിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. ഈ സന്ദേശം ഇന്നും നമ്മോട് പ്രതിധ്വനിക്കുന്നു. നമ്മുടെ സ്വന്തം ആന്തരിക പോരാട്ടങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റികളിലെ ഐക്യത്തിൻ്റെ പ്രാധാന്യം, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രതിബന്ധനങ്ങളെ പോലും മറികടക്കാനുള്ള സാധ്യത എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. തിന്മയെ ജയിച്ച യേശു എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും യാത്ര തുടരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.